മക്കളെ സ്റ്റേറ്റ് സിലബസ് പഠിപ്പിക്കണോ CBSE പഠിപ്പിക്കണോ? സ്റ്റേറ്റ് സിലബസ് അല്ലേ നല്ലത്? എന്നാ പിന്നെ ആയിക്കോട്ടെ. പിന്നെ വേറെ പരിപാടി ചായ കുടിച്ചായിരുന്നു നോട്ട് ചെയ്യണേ ആണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് ഒന്ന് സംസാരിക്കണം. എന്താ സംസാരിക്കേ? അല്ല, എന്തെങ്കിലും ഒരു ദിവസം എന്റെ കുഞ്ഞമ്മയായിട്ട് ഈ വീട്ടിൽ വലുതാലം വെച്ച് വരേണ്ട ആളല്ലേ, ഞാനും കൂടെ ഒന്ന് സംസാരിക്കട്ടെ. അത് ശരി തന്നെ. എടി സുപ്രിയ, എടി നമ്മുടെ ശംഭുവിന് എന്റെ അടുത്ത് എന്താ സംസാരിക്കണോ? കാര്യം ഇച്ചിരി ധിക്കാരം കുസൃതിയൊക്കെ കൂട്ടത്തിലാണെങ്കിൽ ആള് വാങ്ങാ. ഞാൻ കൊടുക്കട്ടോ? ശരി ശരി. ഹലോ സുപ്രിയ ചേച്ചി, ഞാനാണ് ശംഭു. എന്റെ ചിറ്റപ്പനായോണ്ട് പറയല്ല കേട്ടാ. ചിറ്റപ്പൻ ചേച്ചിയെ കല്യാണം കഴിച്ചോ, ചേച്ചിയുടെ ജീവിതം ഗോവിന്ദ. ഓരോരുത്തരും കുത്തിരിപ്പ്, വൃത്തിയായിട്ട സ്വഭാവവും ഇങ്ങനെയുള്ള മനുഷ്യരെന്ന് കിട്ടും. സുപ്രിയ ഞാൻ വിളിക്കാമേ, ഭയങ്കര കുസൃതിയാണ്, അതുകൊണ്ടാ ഞാൻ വിളിക്കാം. ഞാൻ ചുമ്മാ തമാശക്കറില്ല, വേറെ ചിറ്റപ്പന് മുഖം പോയാണോ വേണ്ടെന്ന് പറയുമ്പോ നീ എന്റെ തലയെ കരുന്ന പൊങ്കാല ഇടാൻ നോക്കുന്നതാ. ഞാൻ അവിടെ തന്നു പറയും. ചുമ്മാ തമാശ പറഞ്ഞാലേ അല്ലെ അവനെ നിന്നെ കെട്ടിപ്പിടിക്കണോ? എനിക്ക് വേദനിക്കുന്ന സീനോ വേദനിച്ച നീ മുഖത്തിനും കാണിച്ചത് നിനക്ക് വേറെ എടുക്കണോ? ഇതൊന്നും ഒരു പോക്കത്തല്ല. എന്നെ നുള്ളിയല്ലേ, ഞാൻ കാണിച്ചു തരാം. നീ എന്തോ കാണിക്കും? ഞാൻ കാണിച്ചു തരാം. കാണിച്ചിട്ട് പോടാ. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് വല്ലതും ഉണ്ടാക്കാൻ ട്രൈ ചെയ്തൂടെ? ഈ സൗത്ത് ഇന്ത്യൻ കഴിച്ചു വെച്ച് മടുത്തു. അത് മോള് പറയണ്ടായിരുന്നോ? നിനക്ക് എന്താ വേണ്ടേ? എന്നല്ലേ അറിഞ്ഞ് ചെയ്യാൻ പറ്റുള്ളൂ. പറ, എന്താ എന്റെ മോക്ക് വേണ്ടേ? അമ്മ കേക്കട്ടെ പറ. വല്ല പാലക് പനീറോ ചിക്കൻ ടിക്കോ, അല്ല വേണ്ട ആലു പൊറോട്ട, അത് മതി. ഇത് പറഞ്ഞാ പോരായിരുന്നു, ഉണ്ടാക്കി തരൂലേ? ഉണ്ടാക്കി തരൂല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോലെ. ഒരുമാതിരി ആക്കിയ ടോണി സംസാരിക്കും. പിന്നല്ലാതെ 11 മണി വരെ കിടന്ന് ഉറങ്ങിച്ച് പല്ലും തേക്കാതെ വന്നിച്ച് അവക്ക് ആലു പൊറോട്ട വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഏത് ടോണിനടി പറയണ്ടേ? സഹതാപത്തിന്റെ ടോണിലമ്മേ. കുത്തേനെ വെച്ചാ കേട്ടോ. നിനക്ക് ഇച്ചിരി ആലു പൊറോട്ടയ്ക്ക് അത് സഹതാപം വെച്ച് തരട്ടെ രാവിലെ? എനിക്കൊന്നും തരണ്ട, ഞാൻ പിണങ്ങി. സഹതാപത്തിന്റെ മീനിങ് അറിയാം അവിടെ? ശരിക്കുള്ള മീനിങ് പുറകെ നിൽക്കുന്നു സഹതാപത്തിന്റെ മീനിങ്. ചേട്ടത്തി ചോദിക്കുന്നൊന്നും തോന്നരുത്. ആ ചമ്പൂരെ ദൂരെ അതിൽ ബോർഡ് സ്കൂൾ ഉണ്ടാക്കാൻ പറ്റൂ? അയ്യോ, എന്തൊരു ദുഷ്ടമാണ്. നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ മനസ്സുവരുന്നത്? ഞാനെന്തെന്ന് പറയാൻ കൊച്ചുകാർക്കെന്റെ ജീവിതം കുടിച്ചോറാക്കത്തേ ഉള്ളൂ. എടാ, ജീവിതം കുടിച്ചോറാക്കാൻ അവൻ വേണമെന്നില്ല. നീ തന്നെ ഡെയിലി നിന്റെ ജീവിതം കുടിച്ചോറാക്കുന്നുണ്ടല്ലോ. നിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചില്ല. നീ കാര്യം പറയാ. എന്താ ഇപ്പൊ ശംഭു കാണിച്ചത് എന്നോട്? എന്റെ അമ്മച്ചി എന്റെ ഫോൺ തട്ടിപ്പറിച്ച് സുപ്രീം അനാവശ്യം പറഞ്ഞു കൊടുത്തവൻ. എന്താണെന്ന് വെച്ചാ പറഞ്ഞേ? ഞാൻ എന്നെ കെട്ടിക്കഴിഞ്ഞ ജീവിതം ഗോവിന്ദയാണ്, ഞാൻ പണിക്ക് പോകത്തില്ല, പിന്നെ തനി കുത്തിരി പറഞ്ഞൊക്കെ പറഞ്ഞു കൊടുത്തവൻ. ഇതാണ് എന്റെ പിള്ളേരുടെ ഒരു കുഴപ്പം. അവര് സത്യം മാത്രമേ പറയത്തുള്ളൂ. ചേട്ടത്തി പിന്നെ അവർക്ക് എന്റെ അടുത്ത് ഡൗട്ടൊക്കെ ഉണ്ട്. മീൻകുളം എന്റെ പേര് തന്നെയാണെന്ന് പറഞ്ഞു. ഒരു കൊച്ചിറക്കം വല്ലതും പറഞ്ഞു നോർത്തോണ്ട് ഉടനെ അങ്ങോട്ട് സംശയിക്കാൻ മാത്രമേ ഉള്ളൂ അതിന്റെ ചുപ്രിയുടെ സ്നേഹം. കൊച്ചിറക്കനായ കുഴപ്പം പണ്ടങ്ങാട്ട് ആരും ഒരു മയക്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ, പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറഞ്ഞോണ്ട്. അത് പറഞ്ഞ അവളെന്ന് സംശയിക്കും. ചേട്ടത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനെ മാനമര്യാദയ്ക്ക് വളർത്തില്ലെങ്കിൽ എന്റെ സ്വഭാവമാണ്. ഞാൻ ആദ്യം കഷ്ടപ്പെട്ടുണ്ടാക്കി സുപ്രിയുടെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി പിന്നെ ഞാൻ സഹിക്കാനാണ്. നീ കഷ്ടപ്പെട്ട് സുപ്രിയ ഉണ്ടാക്കിയല്ല, കഷ്ടപ്പെട്ട് വളച്ചത്. ഒരു പെറ്റതള്ളോട് പറയാവുന്ന വർത്താനം. പേരന്റിങ് ടിപ്സ് അവന്റെ മേടിക്കും. ശംഭുനെ നീ നന്നായിട്ട് വളർത്തും കേട്ടോ. നന്നായിട്ട് വളർത്തുന്ന സ്വഭാവം പറഞ്ഞുള്ള കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ. രാവിലെ ഒന്നും കേക്കരുത്. കഴിക്കാൻ എന്തോ ദോശ വേണം. ഇച്ചിരി കഴിയുമ്പോ ഞങ്ങൾ ആലു പൊറോട്ട ഉണ്ടാക്കും. ആർക്ക്? ഇവക്ക് ആലു പൊറോട്ട സിമ്പതി ഇട്ട് കുഴച്ച് ആലു പൊറോട്ട ഉണ്ടാക്കാൻ ചോദിച്ചോ? ഒരു ദോശ കൂടെ തരുമോ? നീ എടുത്താ വരൂലായിരിക്കും ദോശ. സൗത്ത് ഇന്ത്യൻ നീ അത്രയും തിന്നാ മതി. എന്റെ കൊച്ചിനെ ഞാൻ എടുത്ത് ഇവനെ കുളത്തിലിടുവോന്നാ? അപ്പൂപ്പനല്ലായിരുന്നെങ്കിൽ പറമ്പ് വഴി താഴെ കിടന്നേ. എന്റെ മോക്ക് ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. അതെന്തോന്ന് സംസാരം? എന്ത് അച്ഛനില്ലെങ്കിൽ ഞാൻ ഇറങ്ങി പണിയെടുക്കും. അച്ഛൻ എന്തെങ്കിലും ബാക്കി വെക്കാൻ വേണ്ടിട്ടേ, പണിയെടുക്കാൻ വേണ്ടി ബാക്കി വെക്കാൻ വേണ്ടി ഞാൻ മാറിക്കണം, അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ വന്ന് സഹായിക്കണില്ല അച്ഛാ. എന്റെ പൊന്നച്ഛൻ, ഞാൻ അച്ഛനെ കുത്തിയതല്ല. എന്റെ പൊന്നു മക്കളെ, നീ കുത്തിയാണെങ്കിൽ കുത്തിയല്ലെങ്കിലും അച്ഛനെ കൊണ്ട്. അത് നിന്റെ മനസ്സിലായി, കുറ്റബോധമുള്ളോണ്ടാ. എന്റെ മനസ്സിലായി. അന്ന് ചുമ്മാ ഇരിക്കണം അച്ഛാ. എന്റെ മനസ്സിൽ കുറ്റബോധമൊന്നുമല്ല. പിന്നെ കുറ്റബോധം അച്ഛൻ എനിക്ക് ഇവിടെ ഇരിക്കപ്പുറത്തില്ല. നിനക്കെന്തിരിക്കാൻ വെറുതെയില്ലാത്ത? ഞാൻ എനിക്കൊരു സ്ഥലമല്ലേ കൂടാച്ചിട്ട് ഞെരടി കുറച്ചങ്ങെടുത്തു. എനിക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലല്ലേ.
എന്തോന്നടേ പ്രശ്നം? അവൻ എന്തിനാണ് നിന്നെ നുള്ളിയത്? ചുമ്മാ അപ്പൂവ, ഞാൻ വെറുതെ ഒരു തമാശക്ക് സുപ്രിയ ചേച്ചി എടുത്ത് പറഞ്ഞ് ചിറ്റപ്പനെ കിട്ടിയ ചേച്ചിയുടെ കാര്യം ഗോവിന്ദാണെന്ന്. ആദ്യം ഞാൻ ഇന്ന് മുഴുവൻ പറിച്ചങ്ങ് എടുത്തത്. ആ അപ്പൊ കാരണമുണ്ട്. നീ എന്തിനാടാ വേണ്ടത് പണിക്ക് പോണത്? നിങ്ങൾ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയാന്ന്. അതുകൊണ്ടാണ് ഞാൻ ചൈൽഡ് ലൈനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നത്. ചെറുക്കാൻ നീ വിളിച്ച് പറഞ്ഞ? ആ പറഞ്ഞു. എന്റെ ദൈവമേ അച്ഛ, ഇത് പ്രശ്നമാവൂട്ടാ. മക്കളെ, നീ എന്തോന്നടേ വിളിച്ച് പറഞ്ഞത്? എന്റെ ചിറ്റപ്പ ഒരു കാര്യമില്ലാതെ എന്നെ ഉപദ്രവിക്കുന്നത്. അപ്പൊ അവരെന്തോന്ന് പറഞ്ഞു? അവര് പറഞ്ഞു ഉടനെ അച്ഛ, ഇത് പ്രശ്നമാവും. നീ എന്തോന്ന് വെച്ചാ പിന്നെ പ്രശ്നവും പറഞ്ഞോണ്ടിരിക്കണേ. അച്ഛാ ഇത് പ്രശ്നമാവും കേട്ടാ. മക്കളെ, നീ സുമേഷിനെ ജയിലിൽ കയറ്റുവാടേ. ഞങ്ങളെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചാ ആ സെക്കൻഡ് ചൈൽഡ് ലൈനെ വിളിച്ച് പറയണമെന്ന്. ഞാൻ വിളിച്ചങ്ങ് പറഞ്ഞു. വേറെ ഒന്നും എന്റെ അടുത്ത് വയ്ക്കുന്നു. അച്ഛാ പറഞ്ഞു വെച്ചാ മുൻകൂർ ജാമ്യം വല്ലതും കിട്ടുമോ നോക്കാം. ഞാനും പറഞ്ഞു. ആ പിന്നെ വരണ്ടേ? പിന്നെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് മുൻകൂർ ജാമ്യം കിട്ടുമോ? എടി സുപ്രിയ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ആ കൊച്ചൊക്കെ ഇതിൽ വെള്ളത്തിൽ കൂടുതൽ ആ വിവരം ഓരോ പറയുന്നത് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എടി, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിയാ പോരെ? എന്റെ അച്ഛനാ സത്യം, ഞാൻ നിന്നെ പൊന്നോട് നോക്കിക്കോളാം. എടി, മീൻ കൃഷി എന്റെ ആന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ലേടി? ഫോൺ വെച്ചേ. എന്ത്? അച്ഛനെ ചെറുപ്പം ഉണ്ടാക്കി വെച്ച പ്രശ്നോട് പരിഹരിച്ചോണ്ടിരിക്കുക. എടീ, വേറൊരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. വേറെന്തോന്ന് പ്രശ്നം? നീ ആ ഫോണൊന്ന് വെക്കേ. എടി സുപ്രിയ, ഞാൻ വിളിക്കാമേ. ആ മീൻ കൃഷി എന്റെ തന്നെ കേട്ടോ. ആ ശരി. എന്തുകൂടെ മീൻ കൃഷി നിന്റെതാ? ആ മീൻ കൃഷി എന്റെ തന്നെ. അച്ഛൻ വേറെന്തോ പ്രശ്നം എന്തോ പുതിയ പ്രശ്നം? എടീ, നിന്നെ ലൈറ്റായിട്ട് പോലീസ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതെന്തിന്? നീ ആ ശംഭുവിനെ നുള്ളി ആര്യ ശംഭു ചൈൽഡ് ലൈനിൽ വിളിച്ച് പറഞ്ഞു. ചിലപ്പോ നീ പേടിക്കണ്ട, ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. ചേട്ടാ എന്തോന്ന് ഏട്ടാ ഈ പറയുന്നത്? ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടോന്നോ? നീ അല്ലേ എന്റെ അടുത്ത് ചൂടാവണെന്തിന് അവനെ നുള്ളി പറിച്ചിട്ട്? ഇല്ലല്ലാതെ നീ എന്തുവാടാ ഈ കാണിച്ചത്? ഇവിടെ പിള്ളേർ എന്തെങ്കിലും തമാശ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നുള്ളി പറിച്ചെടുക്കാമോ? അവനിപ്പോ ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞു നടക്കുവാ. പിന്നെ അല്ലാതെ ഞാൻ എന്തോ ചെയ്യണം അച്ഛാ? അവൻ അവളെ വിളിച്ച് അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? എന്നിട്ട് ഞാൻ ചന്തയ്ക്ക് ചെറുതായിട്ടൊന്നും നുള്ളിയതേ ഉള്ളൂ. അതിന് പോലീസ് കംപ്ലൈന്റ് കാര്യം എന്തുവാണോ? ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അച്ഛാ പേടിച്ചതിന്റെ കാര്യം പറയുന്ന അച്ഛാ, ചന്തയിൽ കിടക്കേണ്ടി വരുമോ? ഏത് ജയിലിൽ കിടക്കും പറഞ്ഞൂടാ. നീ അവൻ വിചാരിച്ചാലേ പരാതി പിൻവലിക്കാൻ പറ്റൂ. ചേട്ടാ എന്റെ പൊന്നിയായിട്ടല്ലേ അവരുടെ ഒന്ന് പറഞ്ഞു. എനിക്കൊന്നും പറഞ്ഞൂടാ. നീ പോയി സംസാരിക്കും. ഞാൻ പോയി സംസാരിക്കാൻ ഡിമാൻഡ് എടുത്തില്ലയോ? എന്ത് ഡിമാൻഡ്? അവൻ ജാട എടുത്തില്ലയോ? അവൻ ജാട എടുത്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോയി കിടാം. പിന്നെ അല്ല പിന്നെ എന്തോ ജാട ഇട്ടിട്ട് പോയി സംസാരിക്കാം. നേരത്തെ വന്നോ എന്തോ ചന്തയ്ക്ക് പിടിച്ച് നുള്ളാൻ തോന്നുന്നു. നീ പോലീസ് പിടിച്ചിട്ടുണ്ടോ? സുപ്രിയ എന്നെ കളഞ്ഞിട്ട് പോകത്തില്ലയോ? പോലീസ് പിടിക്കുന്നതിനൊന്നും നീ സുപ്രിയ വിളിച്ചോടാ. മീൻ കൃഷി അച്ഛൻ്റെതാണ്, നിന്റെ അല്ലാന്ന്. എന്തോ പറയാൻ വയ്യ എനക്ക്. ഞാൻ പറയാം. വേണം നുള്ളി പിടിച്ചെടുത്തോ. ഓരോന്ന് പറയുമ്പോ ആലോചിക്കണമായിരുന്നു. എന്നാൽ ഇത് കുറച്ച് കിടന്ന കൈയായി ശംഭുച്ചേട്ടാ. എനക്കല്ല നുള്ള കെട്ടിയത് ജയിക്കാണ്. എടാ, ഇവിടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അപ്പൂപ്പനുണ്ട്. ഇവിടെ അടുത്ത് ആരുടെങ്കിലും ചെന്ന് പറഞ്ഞാ പോരായിരുന്നു നിനക്ക്? ഞാൻ ഇത്രയും നാളെ ഈ പരാതിയൊക്കെ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞ, എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായ നിന്റെ ചിറ്റപ്പ എന്റെ നേരെ കൈ ഓങ്ങാനൊന്നും മടി. കണ്ട, അവന് കാര്യം മനസ്സിലായി. കൊടുകൈ. നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് വരുമ്പോ പറയണം. കറക്റ്റ്. അപ്പച്ച അടിക്കുന്ന കാര്യം പറയണം. ഇനി ചിറ്റപ്പൻ ആരുടെ നേരെ കൈ ഓങ്ങാൻ പാടില്ല. സംഭവം മറത്തൊന്നും മരടി അങ്ങോട്ട് വാങ്ങിക്കും. എനിക്ക് ചിറ്റപ്പന്റെ പലഹാരം വേണ്ട. അങ്ങനെ പറയലടാ. എങ്ങനെ കാണിക്കുന്നത്? ഇവിടെ ചിറ്റപ്പന്റെ ഉമ്മ ഇരട്ടടാ. 2 വയസ്സുള്ളപ്പോഴേ ചിറ്റപ്പനക്ക് അവസാനമായിട്ട് ഉമ്മ വന്നത്. ചിറ്റപ്പന്റെ ഉമ്മയും വേണ്ട, പലഹാരം വേണ്ട. പോ. ആ പലഹാരം വേണ്ടെങ്കിൽ വേണ്ട, ഉമ്മ നീ വാങ്ങിച്ചേ പറ്റും. എന്തോന്ന് ചിറ്റപ്പ ഇത്? അങ്ങ് വിളിച്ച് അടുത്ത പരാതി കൊടുക്കേ. ചേട്ടാ ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ ഉമ്മ എടുക്കാൻ നോക്കിയല്ലേ ഉള്ളൂ. ഞാൻ ഇറങ്ങനാ. എടുത്ത് വളർത്തിയല്ല, എന്റെ തോളിയിട്ട് വളർത്തി ഇറങ്ങനാ. എടാ ശംഭു, പിള്ളേരെ ഉദ്ധരിക്കുന്നൊക്കെ പോലീസ് പിടിച്ചെങ്കിൽ വലിയ പ്രശ്നമാവും. കേസ് വിലക്കും. കേസ് വിലക്കിട്ട് കേസ് വിലക്കാൻ വേണ്ടിയല്ലേ വിളിച്ചു വന്നത്. കുറെ കണ്ണ ഒന്ന് പറയടാ. ഞാൻ പറയൂല. എന്തോന്ന്? അപ്പച്ചീനെ ഉപദ്രവിച്ചുകൊണ്ട് അവനും പരാതി കൊടുക്കാൻ പോവാന്ന്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും എന്നെ തലക്കടിച്ചേ കൊല്ലും. ശംഭുവിനെ എന്ത് പരിഹാരം വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. നീ അവരെ വിളിച്ച് പരാതി ഒന്ന് പിൻവലിക്കടാ. ഇനി ഞാൻ അവരെ വിളിച്ച് മാറ്റി പറഞ്ഞ അവരെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ചേട്ടന് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ കഴിച്ചോളാം. ശംഭു, അവസാനമായിട്ട് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. നിന്റെ മനസ്സിലൊരു ഇട്ടി സ്നേഹം ഉണ്ടെങ്കിൽ നീ പരാതി ഉണ്ടല്ലോ. എനിക്ക് അത്ര എൻ്റെ അടുത്ത് പറയാം. പിന്നെ എന്തൊരു ഓൻ ചെയ്തടാ ഞാൻ നിന്റെ അടുത്ത്. എന്തൊരു ദോഷം ചെയ്തെന്നാ? ഇവിടെ നുള്ളിൽ കേക്ക് പറിച്ചെടുത്തത് ആര്? ശംഭുവിനെ ഞാൻ ഒരു തമാശക്ക് ചെയ്യില്ല. നിനക്കൊന്നും പരാതി പറഞ്ഞു പിന്നെ വിളിച്ചുകൂടായിരുന്നു. എന്ന് പറഞ്ഞു പല്ലി നിന്ന് സ്നേഹം ഉണ്ടല്ലേ ഇങ്ങനെ വന്ന് പറയുന്നത്. എനിക്കെന്തോ നിങ്ങളല്ലേ നുള്ളുകൊണ്ടത്? ഞാൻ എനിക്കാണ് ആ വേദന ഉള്ളത്. ചിറ്റപ്പനല്ലേ നുള്ളിയത്? ചിറ്റപ്പനാണ് നുള്ളിയതെന്നും പറഞ്ഞ് ഒരു തമാശക്ക് പറഞ്ഞപ്പോ നുള്ളിൽ അങ്ങ് കേട്ടു തന്നു. ഞാൻ പെരുക്കെ നുള്ളിയല്ലടാ ശംഭു. അയ്യോ പയ്യ. പൊന്നു
അവൻ ചിറ്റപ്പ നുള്ളി എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്തത്. പേരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലേ? പേര് പറഞ്ഞായിട്ടൊന്നും പറഞ്ഞല്ലോ. എന്താ ഇനി പോലീസുകാർ വരുമ്പോ അവന് വേറെ ചിറ്റപ്പനുണ്ട്, അവനെ നുള്ളി എന്ന് പറയാം. ശംഭു പരാതി കൊടുത്തെന്ന് പറഞ്ഞപ്പോ അവൻ നാട് വിട്ടെന്ന് പറയാം. ഏത് അതിലും നല്ലൊരു ഐഡിയ. നീ അങ്ങ് നാട് വിട്ടു പോവാ. എടി എനിക്ക് ഞാൻ നാട് വിട്ടു പോകാൻ പണ്ടേ പേടിയാ, നിനക്ക് അറിയത്തില്ലയോ? മാത്രമല്ല ഞാൻ നാട് വിട്ടു പോയി എന്റെ ഫോട്ടോ പത്രത്തിൽ. ആ അത് കറക്റ്റാ. ബാലന്റെ നുള്ളിയ കേസിലെ പ്രതി ഒളിവിൽ എന്ന് പറയുന്നത്. ചേട്ടത്തി ബാലനെ നുള്ളില്ലല്ലോ, ശംഭുനല്ലേ നുള്ളിയെ? എന്റെ സുമേ, നാത്തു ഇവനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് തന്നെ കേട്ടോ നല്ലത്. കാരണം എന്താണെന്നറിയോ, ഇത്രയും വിവരമില്ലാത്ത ഒരാൾ ഇവിടെ സ്വതന്ത്രനായിട്ട് നടക്കുന്ന പറഞ്ഞ ഈ നാടിന് തന്നെ അത് നാണക്കേടാ. നിന്റെ തറ ക്ലാസ് കോമഡി ഒക്കെ ഉള്ള സമയമല്ലേ? അയ്യോ ശരി സാർ. എടാ നീ ടെൻഷൻ അടിക്കണം. എന്തായാലും പോലീസുകാരും പത്രക്കാരും ഒക്കെ വരും. നമുക്ക് വരുമ്പോ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം ഇത് കൊച്ചിന് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാ, പ്രശ്നമൊന്നുമില്ലാന്ന്. അതിനാ ശംഭു അമ്പിന് ബില്ലിലൊക്കെ അടിക്കണ്ടേ? അല്ല ഇടത്ത് ഇനി പത്രക്കാരൊക്കെ വരുമോ? ആ വരും. നീ ധൈര്യമായിട്ടിരുന്നോ. നീ ഒരു കറുത്ത തുണി എടുത്തിട്ടിട്ട് ഇരുന്നാ മതി തലയിൽ കൂടെ. മിണ്ടരുത് നീ. എന്ത് എടാ, പണ്ടൊക്കെ ദൈവം പിന്നെ ഇപ്പൊ ദൈവം അപ്പൊ തന്നെ പണി തരും. 2 ദിവസം മുമ്പല്ലേ നീ ചേട്ടനെ ജയിലിൽ കയറ്റാൻ വേണ്ടിട്ട് പെടാപ്പാട് വെട്ടത് ഇവിടെ കിടന്ന്. ഇപ്പൊ ആരാണോ ജയിലിൽ പോകാൻ പോന്നെ? സ്വന്തം അനിയനെ പോലീസ് പിടിച്ചുകൊണ്ട് സന്തോഷിക്കുന്നതിന് എന്താ വിളിക്കണം ഞാൻ? അയ്യോ ഇവിടെ ആർക്കെന്ത് ആപത്ത് വന്നാലും അതിനകത്ത് എണ്ണ ഒഴിച്ച് അത് തിരിയിട്ട് കത്തിച്ച് സന്തോഷിക്കുന്നതിനെ പിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയി ഇവിടെ ആർക്കും യാതൊരു സങ്കടമില്ല. നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോകണം. അത് മാത്രമല്ല പോലീസുകാർ വരുമ്പോ ഞാനായിട്ട് കുറച്ച് എരിയും കൂടെ കയറ്റി കൊടുക്കുന്നു. രണ്ടും നഷ്ടപ്പെടുത്തിക്കുക, എല്ലാം നഷ്ടപ്പെട്ടിക്കാൻ നിൽക്കുക. ഞാൻ നിന്നെ അയ്യോ എന്നാ പിന്നെ നീ എന്നെ അങ്ങോട്ട് എടുത്ത് കൊടുക്കണം നിന്നെ. ആ പിള്ളേർ ബഹളം വെക്ക്. എന്തുവാ നിന്നെ കൊണ്ടുപോകല്ല പോലീസുകാർ ചെന്നിട്ട് മറ്റേ എന്തോ ഒരു ഇടി അന്നേരം ഞാൻ വീണ്ടും ചൈൽഡിലേക്ക് കണ്ടല്ലേ, ഇതാണ് മനസ്സിലിരിപ്പ്. ഞാൻ പരാതി പിൻവലിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനി ഇപ്പം വേണ്ട. ഓ ചുറ്റൊപ്പം വലിയ മൂർക്കം പാമ്പല്ലേ. കുറച്ചാള് മൂർക്കം പാമ്പ് ജയിലിൽ കിടന്നു. നീ ഒന്നും പോയി പറഞ്ഞു മനസ്സിലാക്കടി കൊച്ചിനെ. വേണ്ടമ്മേ, ഇനി നമുക്ക് പാമ്പാട്ടീനെ വിളിക്കാം. സുമേനെ ഇറക്കാൻ. പിന്നെ അവന്റെ അമ്മയെപ്പോലല്ലേ കാണിക്കുള്ളൂ, എല്ലാത്തിനും പരാതിയും കൊണ്ട് ഓടിക്കുള്ളൂ. നാത്തൂന്റെ മോനാണെന്ന് അവൻ തെളിയിച്ചു. അവൻ ഈ കാര്യത്തിൽ വിവരമുണ്ട്. നിങ്ങൾ വാ, നമുക്ക് സംസാരിക്കാം. ഞാൻ എല്ലാ ജയിൽ പുള്ളി എടുത്ത് പറയും എനിക്ക് ഇതുപോലെ ഒരു അച്ഛമ്മയുള്ള കാര്യം. അച്ഛമ്മ പോലെ അച്ഛമ്മ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം അച്ഛമ്മ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ കടവ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അച്ഛമ്മ ഇങ്ങനെ പൂർണ്ണ ആരോഗ്യമായിട്ട് ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പൊ അച്ഛമ്മ ഒന്നും അറിഞ്ഞില്ലേ? ആ ശംഭു എനിക്കെതിരെ പരാതി കൊടുത്തെന്ന്, അവനെ പിടിച്ച് നുള്ളിന്ന് പറഞ്ഞോണ്ട്. ഏത് നിമിഷത്തോടെ പോലീസ് കയറി വരും അച്ഛമ്മ എന്നെ പിടിച്ചോണ്ട് പോയി. ഇത് വലിയ ശല്യമായല്ലോ. ഒരു പ്രാവശ്യം ഉത്തമന്റെ എതിരെ ആശ പരാതി കൊടുത്തു. ഇപ്പൊ നിന്റെ ശംഭു പരാതി കൊടുത്തു. എന്തോന്ന് ഇതിലൊക്കെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛമ്മ, ഇവിടെ എല്ലാരും പരാതി കൊടുക്കാൻ മുട്ടിയിരിക്കുമല്ലേ. ഈ വീട്ടിൽ എന്റെ മക്കളും മരുമക്കളും എല്ലാം ഇങ്ങനെ ആയിപ്പോയത്. പക്ഷെ എനിക്ക് അച്ഛമ്മയെ പിരിയുന്ന ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. അച്ഛമ്മ എനിക്ക് അവസാനമായിട്ട് ഒരു ഉമ്മ വരുമോ ഞാൻ ജയിലിൽ പോകുന്നതിന് മുമ്പ്? ഇനി അഥവാ എനിക്ക് ജയിലിൽ വെച്ച് എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉമ്മ ഓടിക്കാൻ പറ്റൂലല്ലോ. അപ്പോഴും ജയിലിൽ പോകുന്നത് നീ അങ്ങ് ഉറപ്പിച്ചോ? പിന്നെ ഉറപ്പിക്കാതെ ആ ശംഭു ഒറ്റക്കാലിക്കല്ലേ പരാതി പിൻവലിക്കലെന്ന് പറഞ്ഞോളൂ. ആന്നോ? എന്നാ ഇനിയിപ്പോ എങ്ങനെയാണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവിടെ ആരും ഇല്ലേ? എല്ലായിടത്തും പറഞ്ഞു നോക്കി, ആരും കേൾക്കണ്ടേ. ഈ ചെറുക്കൻ മുന്നിരുന്ന് കരയുന്നത് നീ കണ്ടാ? ഞാൻ കുറച്ചു നേരം കൊണ്ടിരുന്ന് കരയാ. ടൈമൊന്നും കരഞ്ഞു തുടങ്ങിയതാ. നീ ഇതൊന്നും മനസ്സിലായിട്ടില്ല അല്ലേ? നീ ആ ശംഭുവിന്റെ അടുത്ത് പറ, ഒരു പ്രാവശ്യത്തേക്ക് അങ്ങ് വിട്ടേക്കാൻ. ശംഭു ക്ഷമിക്കാൻ വേണ്ടി നടന്നേക്കണം. അത് തന്നെ മാസം കാണിച്ച് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്, അവന്റെ മനസ്സ് പറയുന്നത്. പിന്നെ ഞാൻ തോന്നുന്നു പറയാനാ. അത് തന്നെ. ഇനിയിപ്പോ പോലീസ് വരട്ടെ. പോലീസ് വന്നിട്ട് നമുക്കൊന്ന് പേശി നോക്കാം. അച്ഛമ്മ പേടിക്കണ്ട, നമുക്ക് നോക്കാം. പോലീസ് വരുന്ന അവരെ കാത്തിരിക്കണോ? കാത്തിരിക്കണം. അവര് വന്ന് പേശി നോക്കണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും. വരുമ്പോ പേശി എന്താണ് അവര് എന്നെ തൂക്കിയെടുത്തോളാം പോകും. അല്ല പേശി നോക്കാൻ ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഉണക്കമീനോ? പേശി നോക്കാൻ ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഉണക്കമീനൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നാടുവിടാ, അതാ വേറെ വഴി. ഏതായാലും നിനക്കൊരു ഉമ്മ തന്നേക്കാം. നീ ചിലപ്പോ ഇനി ഉമ്മാനാവത്തില്ലെങ്കിൽ എന്തോ ഒന്നുകൂടെ കൊടുത്തേരും. ഒന്നുകൂടെ കൊടുക്കട്ടോ? മതി. മതിയാ? നമുക്ക് പേശി നോക്കാം. വേണ്ട പേശണ്ട. വേണ്ട എനിക്ക് പേശണ്ട. പേശാടാ. പേശണ്ട. അവരെ കാണാനില്ലല്ലോ അമ്മ. ആരെ? പോലീസുകാരെ. കുറെ നേരമായി പരാതി ചിറ്റപ്പനെ
പോലീസ് പിടിക്കുന്നത് കാണാൻ വേണ്ടി നോക്കിയിരിക്കുകയല്ലേ? അല്ല, ഞാൻ ഇതുവരെയായിട്ട് ഒരാളെ പോലീസ് പിടിച്ചോണ്ടോന്ന് കണ്ടിട്ടില്ലോ. ഞാനും കണ്ടിട്ടില്ല. നമുക്ക് കാണാം. പറഞ്ഞ പോലെ അവരെന്താ ഇത്രയ്ക്ക് ലേറ്റ് ആവുന്നേ? നിനക്കൊക്കെ എന്തോ ആടി, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് അവസാനിച്ചാൽ മതിയായിരുന്നു വിചാരിച്ചിരിക്കുക അച്ഛൻ. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അമ്മ. ഒന്ന് പിടിച്ചോണ്ട് പോയി മേടിച്ചോണ്ട് വരികയും. അത്രേ ഉള്ളെന്നാ എന്റെ ഒരു പ്രതീക്ഷ. അല്ലെങ്കിൽ തന്നെ ഇതിപ്പോ ഒന്ന് കുരുത്തക്കാട് കാണിച്ചിട്ട് ഒരു നുള്ളു കൊടുത്ത കേസല്ലേ ഉള്ളൂ. നീ ഇതെങ്ങോട്ട് പെട്ടി കിടക്കുന്നുണ്ട്? നാട് വിട്ട് പോകാൻ പോകുന്ന അല്ലാതെ എവിടെ പോകാനാ? നീയല്ലേ മുമ്പ് പറഞ്ഞ നിനക്ക് നാട് വിട്ട് പോകാൻ പേടിയാണ്. എനിക്ക് അതിൽ നിന്ന് പേടിയാ പോലീസിന്. അപ്പൊ ശരി, ഇനി ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച് കാണാം. നീ ഒന്ന് അവിടെ നിൽക്കണ ഇറക്കാം. ശംഭു, നീ ഇവിടെ വന്നേ. വേണ്ട അടുത്ത് എനിക്ക് ഞങ്ങളുടെ അടുത്ത് നിരക്കാൻ. നീ നിക്കടാ. ശംഭു, ഇവിടെ വാ. എന്തോ ചമ്മുച്ചേട്ടാ, അത് ചിറ്റപ്പൻ നാട് വിട്ടു പോകും. എടി, അതൊക്കെ ചിറ്റപ്പന്റെ അടവായിരിക്കും. നാട് വിട്ടു പോകാനുള്ള ധൈര്യമൊന്നും ചിറ്റപ്പനില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അടുത്ത് ഇങ്ങോട്ട് സംസാരിക്കാൻ യാതൊരു കാര്യം. പോകാനും ഭയം ചമ്മുച്ചേട്ടാ. എടാ അവൻ ശരിക്കും പോവാൻ നിൽക്കടാ.